അപ്പോൾ ഇന്ന് നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 18ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഇന്നത്തെ ഈ ദിവസങ്ങളിൽ എന്താ പറയുക, ഇപ്പം FBയിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാം എല്ലായിടവും ഷോർട്സ്. ഇപ്പം നമ്മളെല്ലാ ആൾക്കാരും ഷോർട്സ് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഷോർട്സ് നമ്മുടെ എല്ലാവരുടെയും ജീവിതശൈലിയെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. പക്ഷെ അത് പല ആൾക്കാരും റിയലൈസ് ചെയ്യണില്ല എന്ന് തോന്നുന്നു. ഞാൻ ഉൾപ്പെടെ റിയലൈസ് ചെയ്തിട്ടില്ല. ആരെങ്കിലും കുറ്റം പറയുമ്പോഴും എന്ന് വിചാരിക്കും. പക്ഷേ ഇന്നലെ എൻ്റെ ഫ്രണ്ട് വന്ന് കണ്ടു പറഞ്ഞു, എൻ്റെ കണ്ണ് രണ്ടും നല്ല കുഴിഞ്ഞിരിക്കണം, നല്ല കുഴിഞ്ഞു. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ ഒരു കുറവ് തന്നെയാണ് പ്രശ്നം. ഇപ്പം നമ്മളിപ്പോൾ പൊതുവേ എല്ലാവരും ഇങ്ങനെ ആവും. ഒരു 11 മണിക്ക് ഉറങ്ങാൻ കിടക്കും. എന്നിട്ട് നമ്മൾ പതുക്കെ ഫോൺ എടുക്കും. നമ്മൾ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ യൂട്യൂബാണ് യൂസ് ചെയ്യുന്നത്. യൂട്യൂബിൽ ഞാൻ ചുമ്മാ ഷോർട്സ് നോക്കും. ഒരു ഷോർട്സ് നോക്കി സ്ക്രോൾ ചെയ്ത് കണ്ട് അങ്ങനെ ഒരുപാട് സമയം പോവും. പിന്നെ നമ്മൾ ഉറങ്ങി വരുമ്പോഴത്തേന് ഒരു 12-12:30 ഒരു മണി. ഞാൻ ഇന്നലെ കിടന്നപ്പോൾ 2 മണിയായി. കാര്യം അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. സോ ഇപ്പോൾ നേരത്തെ നമ്മൾ ഉറങ്ങണം എന്ന് വെച്ച് കിടന്നാലും ഉറക്കം വരാത്തൊരു സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഷോർട്സ് കാണൽ നമ്മുടെ മെമ്മറിയെയും ബാധിക്കും എന്ന് പറയണം. അതായത് ഇങ്ങനെ പെട്ടെന്ന് കണ്ട് മറന്ന് കളയുന്ന നമ്മുടെ മെമ്മറിയും അതുപോലെ ആയിപ്പോവും. ഒത്തിരി മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കാത്തൊരു കണ്ടീഷനിലൂടെ എത്തും എന്നൊക്കെ പറയണം. അതിനെപ്പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ മുടി ഒക്കെ കൊഴിയാതൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മളൊക്കെ മാക്സിമം ഒരു 10 മണി, ഒരു 11 മണിക്ക് ഉറങ്ങാൻ ശ്രമിക്കുക. മിനിമം ഒരു 8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. 12, 1, 2, 3, 4, 5, 6, 7 ഒരു 7 മണിക്കൊക്കെ എണീക്കാം. 6 മണിക്ക് എണീക്കുന്നവർ കുറച്ചോ നേരത്തെ ഉറങ്ങുക. അപ്പോൾ ഉറക്കം ഒരു മുഖ്യ ഘടകമാണ്. എല്ലാവരും നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റ.